ശരിക്കും ഡോക്ടർക്ക് തന്നെ അതിശയമാണ് ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് ജോയിൻ്റ് ആയത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുക, ഇന്ന് രാവിലെയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവ്. ജസ്റ്റിൻ്റെ പിതാവ് പള്ളിയിലെ ശുശ്രൂഷകനാണ് അല്ലേ, മർത്തോമ പള്ളിയിലെ ശുശ്രൂഷകനാണ്, ഇപ്പോഴും ശുശ്രൂഷകനാണ്. എന്നാലും നമ്മുടെ യോഗത്തിന് വരും. അപ്പന് പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കാൻ വരുന്ന ഇവിടെയാണ്. അവന് ഭയങ്കര വിശ്വാസമാണ്. അവൻ്റെ കാലിന് പൊട്ടലുണ്ടായി. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവന് മെഡിസിൻ കൊടുത്തു. ഒരു മെഡിസിനും അവൻ കഴിച്ചിട്ടില്ല, എല്ലാ മെഡിസിനും അവൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എപ്പോൾ വന്നാലും വയ്യാറ്റുപുഴയിൽ നിന്ന് എന്നെ കണ്ട് പ്രാർത്ഥിച്ചിട്ടേ അവനും അവൻ്റെ പിതാവും ആ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ പോകത്തുള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന് എന്നോട് പറഞ്ഞ, അച്ഛാ എനിക്ക് സൗഖ്യം ദൈവം തന്നു. ശരിക്കും ഡോക്ടർക്ക് തന്നെ അതിശയമാണ് ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് ജോയിൻ്റ് ആയത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുക, ഇന്ന് രാവിലെയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവ്. 2019 വണ്ടിയിൽ നിന്ന് വീണതാണ്, ആക്സിഡൻ്റ് ഉണ്ടായതാണ്. പക്ഷേ അന്നും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് എടുത്തു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ എനിക്ക് വേദനയാണ്. എന്ന് വെച്ചാൽ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേദനയാണ്, വൈകുന്നേരത്തേക്ക് വേദനയാണ്, ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പം അതുപോലെ 2023 ലാസ്റ്റിൽ അപ്പം ഹോസ്പിറ്റലിൽ പോയി വെറുതെ ചെക്കപ്പ് എടുത്തപ്പം അത് വന്നിട്ട് വലത്തെ മുട്ട് പൊട്ടിയിട്ട് അത് തേയ്മാനമായി. അകന്നുപോയി. പുള്ളി പറഞ്ഞു മെഡിസിൻ എടുക്കണം, പിന്നെ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ബോട്ടിലിൻ്റെ പകുതി എങ്ങാണ്ടേ കഴിച്ചുള്ളൂ, ഫുള്ള് കഴിച്ചിട്ടില്ല. അവിടെ പോയിട്ട് പിറ്റേ ആഴ്ച ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞു മാറുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇവിടെ വന്നതിന് ശേഷം വേദന കുറവുണ്ട്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നെ എക്സ്റേ എടുക്കണം, അത് നോക്കണമെന്ന് പറഞ്ഞു. വെറുതെ മരുന്ന് കഴിക്കണ്ട. അപ്പം ഡോക്ടർ പറഞ്ഞു എടുത്തിട്ട് വാ, എന്നിട്ട് നോക്കി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ജോയിൻ്റ് ആയെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൈയൊന്ന് അടിച്ചു ദൈവത്തിന് ശരിക്കും ആദ്യം പറഞ്ഞേ. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ. അതായത് ദൈവം ഇന്ന് രാവിലെയും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇപ്പൊ വേദനയൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും മരുന്ന് വീട്ടിലിരിപ്പുണ്ട്. ഉണ്ട്, മരുന്നെല്ലാം വീട്ടിലിരിപ്പുണ്ട്. ഉണ്ട്. നമ്മുടെ കർത്താവ് ജീവിക്കുക പ്രിയരെ. നമ്മുടെ കർത്താവിനെ പോലെ ഒരു നല്ല ദൈവം ഇല്ല. ദൈവം അത്ഭുതങ്ങൾ ചെയ്തു അല്ലേ? ഓക്കെ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഐ ബ്ലെസ് യു.